ഹായ് ഗൈസ്, അപ്പം നിങ്ങൾ ഈ ഒരു ഡൈസ് ഉണ്ടോ, അതായത് നമ്മൾ ഏണിയും പാമ്പൊക്കെ കളിക്കുന്നത് ഈ ഒരു ഡൈസ് ഉണ്ട്, ഉണ്ടല്ലോ, ഇതുപോലെ 10,000 ഡൈസ് ഉണ്ട് നമ്മൾ നമ്മുടെ ഈഗിൾ ഗെയിം ഇങ്ങനെ ചെയ്യാൻ പോവാണ്. അപ്പം അതെങ്ങനെയാണെന്ന് കണ്ടാലോ, വായോ. എനിക്ക് ഭയങ്കര ക്ഷമയില്ലാത്ത ഒരുത്തിയാണ് ഞാൻ. ഇങ്ങനത്തെ ഉള്ള വീഡിയോയിലൊന്നും ഞാൻ കാണത്തില്ല. ഇങ്ങനത്തെ വീഡിയോ കാണുന്നുണ്ടല്ലോ, എനിക്ക് ക്ഷമിച്ചിരിക്കാനേ പറ്റത്തില്ല. ഞാൻ അതങ്ങ് വലിച്ച് അവസാനം കൊണ്ട് ഔട്ട്പുട്ട് കണ്ടിട്ട് ഇറങ്ങി വരും. എനിക്ക് ഇതിന്റെ പിന്നിലെ മറ്റേ എഫേർട്ട് കണ്ടിരിക്കാനുള്ള ക്ഷമ പോലും എനിക്കില്ല. അത് എന്താണെന്നറിയത്തില്ല. അങ്ങനാണല്ലേ. അപ്പൊ ഞാൻ മാത്രമല്ല, പുതിയ ആൾക്കാരൊക്കെ ജീവിതത്തിൽ വരുമ്പം പഴയത് സഹായിച്ച ആൾക്കാരും പഴയ കൂടെ നിന്ന ആൾക്കാരും ഒക്കെ പുതിയ ആൾക്കാർ വരുമ്പം പഴയതിനെ പുച്ഛമാണ് എല്ലാവർക്കും. അതെന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ പഴയ ചെയ്ത സഹായങ്ങളൊക്കെ വെറും ഒന്നും അല്ലാതെ തോന്നും. ഉറപ്പായിട്ടും പുതിയതായിട്ട് സഹായിക്കാനും പുതിയതായിട്ട് കൂടെ വയ്ക്കാനും ഒക്കെ ആൾക്കാർ വരുമ്പം നമ്മൾ പഴയത് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നും അല്ലെന്ന് തോന്നിപ്പോകും. അത് ജീവിതത്തിന്റെ ഏടുകളിൽ നിന്ന് ഏറ്റെടുത്തൊരു ഇതല്ലേ ഞാനിപ്പോ മേളിലും കണ്ടേ, ഏറ്റെടുത്തൊരു സത്യമാണ്. എന്താടാ ആ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഇടാഞ്ഞ എന്തായിരുന്നു? എന്താ സൗണ്ട് നിർത്തിയത്? അതിന്റെ ഒരു സ്ഥിരം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കാൻ എന്താ അവിടെ വെച്ച് നിർത്തിയത്? എന്താ കേരള വിഷൻ കൂടൽ 29 പോടാ പൊന്നെ ലൈവിൽ അവന്റെ കേരള വിഷൻ കൂടൽ അതൊരു ഫ്രസ്ട്രേഷന്റെ പുറത്ത് പറഞ്ഞത്. അവന്റെ അടുത്ത് പോയി കിടന്ന് ഉറങ്ങാൻ പറയടാ. ആരടുത്താ ജോക്കി? അപ്പുറത്തിരിക്കുന്ന മയറിന്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് ചിരിച്ചോണ്ടിരിക്കുക. ഒരാളെ വിളിച്ച് സൗണ്ട് ഇല്ലാതെ ചിരിച്ചാണ്ടിരിക്കുന്ന കേരള വിഷൻ പ്രൊവൈഡിങ് എ ബെറ്റർ വിഷൻ ടു കേരള. മിണ്ടരുത് കേട്ടല്ല, കുറച്ച് പറയിപ്പിക്കരുത്. കുറ്റിരുട്ടത്ത് ചൂട്ടായി നിന്നും താര പോൽ വീണ്ടാടരുന്ന മണ്ണിൻ നീറ്റുമേഘം പോൽ കൂടെരിഞ്ഞ പക്ഷിക്ക് വിണ്ണിൻ ചില്ല പോൽ തരുമോ കിനാവഭയം. നല്ല സൗണ്ട്. കിനാവു കൊണ്ടൊരു കരിമുറ്റം വിദൂരമേതു ദേശം ആ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൗണ്ട്. സീരിയസ്ലി അടിപൊളി സൗണ്ട്, ഭയങ്കര ഫീലുള്ള സൗണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് കഴിവുള്ള ചെക്കൻ നമ്മളെ പോലെ അല്ലേ ചേച്ചി? ഓ അതൊക്കെ നീ എന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നേ? ചേച്ചി ഞാൻ ലബനീസ് ആണ്, എനിക്ക് ചേച്ചി ഇഷ്ടമായി. ദാസിനെ തരാം, കൊണ്ടുപോയിക്കോ. അയ്യറിനെ തരാം, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോയിക്കോ. എനിക്ക് സമയമില്ല, അതുകൊണ്ടാ. അണ്ണാ ഇങ്ങനെയാണോ ക്യൂട്ടി പേ ചേച്ചി കാണുന്നത്? സുന്ദർ സൂരത്ത് സത്യം പറഞ്ഞ എനിക്ക് കുക്ക് ചെയ്യാൻ അറിഞ്ഞൂടാ. സത്യമായിട്ട് എനിക്ക് കുക്ക് ചെയ്യാൻ ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ സരക്ക് സത്യം പറയാലോ, പഠിക്കാത്തതിന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, കിട്ടത്തില്ല. ഇപ്പൊ നമ്മുടെ മെന്നി പറയും ഞാനാണല്ലോ മാലുവിനെ ഇങ്ങനെയൊക്കെ നോക്കുന്നത്, വെറുതെ അങ്ങനെ. ഇവിടെ എവിടെയെങ്കിലും ഒരു ലൈവ് ആണെന്നുണ്ടെങ്കിൽ ഇത് മെന്നിയെ കൊണ്ട് കാണിച്ചിട്ട് മെന്നിയെന്നാണ് ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇത് ഞാനാന്ന് പറയും. അങ്ങനല്ല, ആ മാലു കഷ്ടപ്പെട്ട് ജോലിക്ക് പോവും, കഷ്ടപ്പെട്ട് വീട്ടിലെ പണി ചെയ്യും, കഷ്ടപ്പെട്ട് ഇങ്ങർക്ക് വാരി വരെ കൊടുക്കും. എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് അങ്ങേര് വന്നിരുന്നിട്ട് പറയും
ഞാനാ മാലുവിനെ നോക്കുന്നേന്ന്. മാലു ജോലിക്ക് പോയിട്ട് വരുമ്പോ വെറുതെ എനിക്കിത് കണ്ടപ്പോ മെന്നീനെയാണ് ഓർമ്മ വന്നത്. എനിക്ക് നിങ്ങൾ ആര് വേണേലും എമ്പുരാനെ എന്തും പറഞ്ഞു, പക്ഷെ ഐ ആം ടോട്ടലി സാറ്റിസ്ഫൈഡ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എമ്പുരാൻ കണ്ടിട്ട്. എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് ഒരു ഒറ്റ സീൻ മാത്രം മതിയായിരുന്നു എമ്പുരാനി കാണാൻ. ഈ ഒരു ഒറ്റ സീൻ ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആയി. ഞാൻ ഇത് കാണാൻ വേണ്ടി രണ്ടാമത് പോയി കണ്ടു. അതറിയുമോ? ഈ ഒറ്റ സീൻ കാണാൻ വേണ്ടിട്ട് ഞാൻ രണ്ടാമത് സിനിമ കാണാൻ പോയപ്പോ അടുത്തിരുന്ന ഒരു പെണ്ണ് ഈ സീൻ വന്നപ്പോ കൊണ എന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുന്നു അവളുടെ കാമുകനുമായിട്ട്. നശിച്ച പെണ്ണ്. ഞാൻ ഇനി അവളെ പ്രാവാനൊന്നുമില്ല. എന്ത് അവസ്ഥയായിരുന്നു അറിയാം. ഞാൻ ഇനി ഒറ്റ സീൻ കാണാൻ വേണ്ടിട്ട് രണ്ടാമത് സിനിമയ്ക്ക് പോയത്. വിധി ആലോചിച്ച് നോക്കണം. ഇത് വന്നപ്പോ അവൾക്ക് അത്രയും നേരം ഇല്ലാത്ത റൊമാൻസ് അവൾക്ക് അന്നേരം വന്നവൾക്ക്. ഇവളെയൊക്കെ ഉണ്ടല്ലോ, ഇവളെയൊക്കെ തിയേറ്ററിലിരുന്ന് അവളുടെ എനിക്കിത് മാത്രം മതി. എനിക്കിത് മാത്രം. കാമുകനുള്ളവരൊക്കെ അങ്ങനെയാണ്. ഓ ഞാൻ ഉറങ്ങിയില്ല. ഞാൻ ഈ സിനിമ இன்னைக்கு லிப்ஸ்டிக் போட்டு ஊரையும் மயக்கிறோம். என்னடா லிப்ஸ்டிக்க வச்சு பண்றீங்க? என்னடா டெஸ்ட் பண்றீங்க? ஓ குவாலிட்டியானதான்னு பாக்குறீங்களா? பார்த்தலாம்டா, வாங்கடா. டேய் என்ன கருமுடாது? ஐயோ என்னடா புழுவுல ஓடுது? ஐயோ லிப்ஸ்டிக் வேணும். എല്ലാം കഴിക്കാൻ അവന്റെ ഓവർ ആക്ടിങ് ആണ് സഹിക്കാൻ വയ്യാത്ത. என்னடா பண்றீங்க? இதுக்கப்புறம் என்னடா தெரியணும் உங்களுக்கு? എനിക്ക് എന്നെ തരികയാണോ? അവന്റെ ഓവർ ആക്ടിങ് കണ്ടിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നത്. പോടാ ആറാ നീ ആറാ അയ്യറിയത് ஃபுல்லா பாருங்க. என்னடா டெஸ்ட் எல்லாம் பண்றீங்க? ஐயோ பயமா இருக்கே. ഇത് കണ്ടിട്ട് എനിക്ക് ഇത് ലിപ്സ്റ്റിക് അല്ല തുടച്ചു കളയാൻ തോന്നുന്നത്. ഇവര് ആ സ്ക്രീനിൽ നിന്ന് കട്ട് ചെയ്ത് കളയാൻ തോന്നുന്നു. അമ്മ അതൊരു ഞാൻ ഒന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫാമിലി ഓഡിയൻസിന് പ്രശ്നമാകും. അതുകൊണ്ട് വേണ്ട. തേങ്ങയാ